ബ്ലെസ്സിങ്സ് എവറി വൺ. വീണ്ടും കർത്താവിൻ്റെ വചനവുമായി നിങ്ങളുടെ മുമ്പാകെ കടന്നു വരുവാൻ ദൈവം ഒരുക്കിയ അവസരത്തിനായി സ്തോത്രം ചെയ്യുന്നു. ഇന്ന് ഞാൻ നിങ്ങളോട് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നത് യേശു കർത്താവിൻ്റെ മരണം മുതൽ ഉയർത്തെഴുന്നേൽപ്പ് വരെയുള്ള അല്ലെങ്കിൽ ഉയർത്തെഴുന്നേൽക്കുന്ന ആ ദിവസം വരെയുള്ള സംഭവങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് അതിൻ്റെ സീക്വൻസിൽ നമുക്ക് ഒന്ന് പരിശോധിക്കാം. അത് നമുക്ക് പഠിക്കുന്നത് നമ്മുടെ മുന്നോട്ടുള്ള ജീവിതത്തിലൊക്കെ ഒരു അനുഗ്രഹമായിരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കഴിഞ്ഞ ദിവസം ഞാൻ യേശുവിൻ്റെ മരണത്തിന് മുമ്പേ ഉള്ള 24 മണിക്കൂർ സംഭവിച്ച സംഭവ വികാസങ്ങൾ അതിൻ്റെ ഒരു സീക്വൻസിൽ, അതിൻ്റെ ഒരു ക്രോണോളജിക്കൽ ഓർഡറിൽ ഞാൻ പറയാനിടയായി. ആ വീഡിയോ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ അല്ലെങ്കിൽ കമൻറ്റ് ബോക്സിൽ അതിൻ്റെ ലിങ്ക് നിങ്ങൾക്ക് കാണാവുന്നതാണ്. കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞിരുന്നു, ഏതാണ്ട് വെള്ളിയാഴ്ച 3 മണിയോടെയാണ് കർത്താവ് യേശു മരിക്കുന്നത്. യേശു മരിക്കുമ്പോൾ പറഞ്ഞ വാക്കുകൾ യോഹന്നാൻ 19-ലും ലൂക്കോസ് 23-ാം അധ്യായത്തിൽ നമുക്ക് കാണാൻ കഴിയും. യേശു പറഞ്ഞു, തെറ്റലസ്തായി, ഇറ്റ് ഈസ് ഫിനിഷ്ഡ്. രക്ഷയുമായി ബന്ധപ്പെട്ട സകലതും കർത്താവ് എന്തിനു വന്നോ ആ ഒരു മിഷൻ കർത്താവ് അക്കംപ്ലിഷ് ചെയ്തു ക്രൂശിൽ. നമ്മുടെ പാപത്തിന് വേണ്ടിയാണ് യേശു കർത്താവ് മരിച്ചത്. അങ്ങനെ പിതാവിൻ്റെ കയ്യിലേക്ക് തൻ്റെ ആത്മാവിനെ ഭരമേൽപ്പിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. ലൂക്കോസ് 23:46. യേശു മരിക്കുന്ന ആ സമയത്ത് മത്തായി 27-ാമത്തെ അധ്യായത്തിൽ നമുക്ക് കാണാൻ കഴിയും, വലിയ പ്രകൃതിയിൽ ഭയങ്കരമായിട്ടുള്ള പല ചലനങ്ങൾ സംഭവിക്കാനിടയായി. ഇതെല്ലാം സൃഷ്ടിച്ച ദൈവപുത്രനാണ് അവിടെ മരിക്കുന്നത്. ഞാൻ വിശ്വസിക്കുന്നു, ഒരു പ്രകൃതി പോലും, ഭൂമി പോലും അതിനെ റിയാക്ട് ചെയ്തതായിരിക്കാം എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. 27:52 വാക്യം, ഭൂമി കുലുങ്ങി, പാറകൾ പിളർന്നു, കല്ലറകൾ തുറന്നു, നിദ്ര പ്രാപിച്ച വിശുദ്ധന്മാരുടെ ശരീരങ്ങൾ പലതും ഉയർത്തെഴുന്നേറ്റു. അവൻ്റെ പുനരുത്ഥാനത്തിൻ്റെ ശേഷം കല്ലറകളെ വിട്ടു വിശുദ്ധ നഗരത്തിന് ചെന്ന് പലർക്കും പ്രത്യക്ഷമായി. 51-ാം വാക്യത്തിൽ നമുക്ക് കാണാം, അപ്പോൾ മന്ദിരത്തിലെ തിരശീല മേൽ തൊട്ട് അടിയോളം 2ആയി ചീന്തിപ്പോയി. ജെറുസലേം ദേവാലയത്തിന്റെ തിരശീല എന്ന് പറഞ്ഞാൽ വലിയ നല്ല കട്ടിയുള്ളതാണ്. പക്ഷെ ആ വെയിൽ അല്ലെങ്കിൽ ആ തിരശീലകളിൽ നിന്ന് താഴോട്ട് മേളീന്ന് കീറിപ്പോയി. ഞാൻ വിശ്വസിക്കുന്നു അത് ദൈവം തന്നെയാണ് കീറിയെന്ന്. വാസ്തവത്തിൽ മുകളിൽ നിന്ന് ദൈവം തന്നെയാണ് അത് കീറിയത്. അത് മനുഷ്യനും ഹോളി ഓഫ് ഹോളീസും അല്ലെങ്കിൽ അതിവിശുദ്ധ സ്ഥലവും പ്രാകാരവും തമ്മിലുള്ള ഉണ്ടായിരുന്ന ആ വെയില്, ഹല്ലേലൂയ സ്തോത്രം, ദൈവം തന്നെ മാറ്റി. ഹല്ലേലൂയ സ്തോത്രം. പാപത്തിന് പരിഹാരം യേശു വരുത്തിയപ്പോൾ മനുഷ്യനെയും ദൈവത്തെയും തമ്മിൽ അകറ്റി നിർത്തിയത് പാപമായിരുന്നു. അതിന് പരിഹാരം ദൈവം വരുത്തിയപ്പോൾ ഇത് ഞാൻ വിശ്വസിക്കുന്ന ഒരു പ്രൊഫറ്റിക്കൽ സൈനിലെ സ്വർഗം തന്നെ കാണിച്ചതാണ്. ആ ഒരു പിളർപ്പ്, ആ ഒരു സെപ്പറേഷൻ ഇനിയില്ല. ഹല്ലേലൂയ. എഫെസ്യ ലേഖനത്തിലേക്ക് നമുക്ക് കാണാൻ കഴിയും, മുമ്പേ ശത്രുക്കളായിരുന്നു, മുമ്പേ നമ്മൾ ദൂരസ്ഥരായിരുന്നു. പക്ഷേ ഇപ്പോഴോ കർത്താവ് യേശു ക്രിസ്തു മുഖാന്തരം, യേശുവിൻ്റെ രക്തം മുഖാന്തരം നമ്മൾ കർത്താവിൻ ദൈവത്തോട് അടുത്തിരിക്കുന്നു, ദൈവത്തിൻ്റെ സ്വന്തം മക്കളായി തീർന്നിരിക്കുന്നു. പ്രത്യേകിച്ച് യേശുവിനെ ക്രൂശിച്ച ആ ശതാധിപൻ, മറ്റ് സൈനികര്, യേശുവിനെ ഇങ്ങനെ കാത്തുകൊണ്ടിരുന്നവർ ഇതെല്ലാം കണ്ട് അവർ പറയുന്ന ഒരു കാര്യമുണ്ട്, ശതാധിപനും അവനോട് കൂടെ യേശുവിനെ കാത്തു നിന്നവർ ഭൂകമ്പം മുതലായി സംഭവിച്ചത് കണ്ടിട്ട് അവൻ ദൈവപുത്രനായിരുന്നു സത്യമെന്ന് പറഞ്ഞ് ഏറ്റവും ഭയപ്പെട്ടു. യേശു മരിച്ചു എന്ന് ഉറപ്പാക്കാൻ വേണ്ടി ഒരു സോൾജർ കർത്താവിൻ്റെ ശരീരത്തെ ഒരു കുന്തം കൊണ്ട് കുത്തുന്ന നമുക്ക് കാണാൻ കഴിയും. അത് യോഹന്നാൻ 19:34 നമുക്ക് കാണാം. ശരീരത്തിൽ നിന്ന് രക്തവും വെള്ളവും പുറപ്പെട്ടു എന്ന് നമുക്ക് കാണാൻ കഴിയും. ബൈ ദാറ്റ് ദേ കൺഫേം ദ ഡെത്ത് ഓഫ് ജീസസ്. അത് സിംബലൈസ് ചെയ്യുന്ന, ബ്ലഡ് സിംബലൈസ് ചെയ്യുന്നത് അറ്റോൺമെന്റിനെയും, വാട്ടർ സിംബലൈസ് ചെയ്യുന്നത് ക്ലെൻസിങ്ങും അല്ലെങ്കിൽ പരിശുദ്ധാത്മാവിനെയാണ്. യേശുവിനെ ക്രൂശിൽ നിന്നൊക്കെ ഇറക്കാനുണ്ടായ കാരണം വെള്ളിയാഴ്ച വൈകുന്നേരം 6 മണി മുതൽ അടുത്ത ദിവസം ശനിയാഴ്ച 6 മണി വരെ യഹൂദന്മാർക്ക് ശബത്താണ്. ആ ശബത്തിൽ ഒരു കാര്യവും അവർക്ക് ചെയ്യാൻ കഴിയില്ല എന്നുള്ള നിയമങ്ങളൊക്കെ നമുക്കറിയാം. അതുകൊണ്ടാണ് എത്രയും വേഗത്തിൽ ക്രൂശിൽ നിന്ന് ഇറക്കി ഒരു കല്ലറയിൽ വെക്കേണ്ടിയിരുന്നു. ഇതെല്ലാം സംഭവിക്കുമ്പോൾ തന്നെ പീലാത്തോസിന്റെ അടുക്കൽ യേശു കർത്താവിൻ്റെ ഒരു രഹസ്യ ശിഷ്യനായ അരിമത്ഥ്യയിലെ യോസേഫ് ചെന്ന് പീലാത്തോസിനോട് യേശുവിൻ്റെ ശരീരം ചോദിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. പീലാത്തോസ് അതിനെ അനുവദിക്കുന്നു. കാരണം അദ്ദേഹം ആ ദേശത്തിലെ വലിയൊരു ധനികരനായിരുന്നു. മാത്രമല്ല നിക്കോദേമസിനെ നമുക്ക് കാണാൻ കഴിയും. നിക്കോദേമസ് ആയിരുന്നു യേശുവിൻ്റെ ശരീരത്തിൽ പുരട്ടേണ്ടതായ സ്പൈസസ് എല്ലാം കൊടുക്കുന്നത് നമുക്ക് കാണാൻ കഴിയുന്നത്. യോഹന്നാൻ 19:38 മുതലുള്ള വചനങ്ങൾ
അതിൻ്റെ താഴോട്ട് വായിച്ചാൽ നമുക്ക് കാണാൻ കഴിയും അരിമത്യാവിലെ യോസേപ്പും നിക്കോദിമസ് ഏതാണ്ട് 75 പൗണ്ട്, അതായത് 34 കിലോ വരുന്നോളം സ്പൈസസ് ആണ് യേശുവിൻ്റെ ശരീരത്തിൽ പൂശാൻ സ്തോത്രം കൊടുത്ത് നമുക്ക് കാണാൻ കഴിയും. നിക്കോദിമസ് ഏകദേശം 100 റാത്തൽ മൂറും അകിലും കൊണ്ടുള്ള ഒരു കൂട്ട് കൊണ്ടുവന്നു. അങ്ങനെ അവനെ ക്രൂശിച്ച സ്ഥലത്ത് തന്നെ ഒരു തോട്ടവും ആ തോട്ടത്തിൽ മുമ്പേ ആരെയും വെച്ചിട്ടില്ലാത്ത പുതിയൊരു കല്ലറയും ഉണ്ടായിരുന്നു. ആ കല്ലറ സമീപമാകൊണ്ട് അവർ യഹൂദന്മാരുടെ ഒരുക്കനാൾ നിമിത്തം യേശുവിനെ അവിടെ വെച്ചു. ആരെയും ഇതുവരെ അടക്കാത്ത ഒരു പുതിയൊരു കല്ലറയിൽ യേശുവിനെ അടക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. അങ്ങനെ വെള്ളിയാഴ്ച കഴിഞ്ഞു. അടുത്ത ദിവസം ശനിയാഴ്ച ദിവസം പ്രധാനപ്പെട്ട ഒരു 2-3 സംഭവങ്ങൾ സംഭവിക്കുന്നത് മത്തായി 27-ാം അധ്യായം 62 മുതൽ ഉള്ള വചനങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് കാണാം. ഒരുക്കനാളിൻ്റെ പിറ്റേ ദിവസം, അതായത് ശനിയാഴ്ച ദിവസം മഹാപുരോഹിതന്മാരും പരീശന്മാരും പീലാത്തോസിന്റെ അടുക്കൽ വന്നു. എന്നിട്ട് അവർ പറയുന്ന ഒരു കാര്യമുണ്ട്, യജമാനെ ചതിയൻ ജീവനോടെ ഇരിക്കുമ്പോൾ ഇങ്ങനെ പറഞ്ഞിരുന്നു, 3 നാൾ കഴിഞ്ഞിട്ട് ഞാൻ മരിച്ചു കഴിഞ്ഞാൽ 3 നാൾ കഴിഞ്ഞിട്ട് ഉയർത്തെഴുന്നേൽക്കും എന്ന് പറഞ്ഞത് ഞങ്ങൾക്ക് ഓർമ്മ വന്നു. അതുകൊണ്ട് അല്ലല്ലോ അവൻ്റെ ശിഷ്യന്മാർ വന്ന് ഈ ശരീരം എടുത്തുകൊണ്ട് പോയിട്ട് അവൻ ഉയർത്തെഴുന്നേറ്റു എന്ന് പറയാതിരിക്കേണ്ടേന് ഈ കല്ലറ 3 നാൾ വരെ കല്ലറ ഉറപ്പാക്കണം എന്ന് പീലാത്തോസ് അവരോട് കാവൽക്കൂട്ടത്തെ തരാൻ പോയി നിങ്ങളാൽ ആകുന്നിടത്തോളം ഉറപ്പ് വരുത്തുവിൻ എന്ന് പറഞ്ഞു. അവർ ചെന്ന് കല്ലിന് മുദ്ര വെച്ച് കാവൽക്കൂട്ടത്തെ നിർത്തി കല്ലറ ഉറപ്പാക്കി. കാവൽക്കൂട്ടത്തെ കൊടുത്തു. ഹല്ലേലൂയ. റോമൻ മുദ്രയും ആ കല്ലറയ്ക്ക് മുമ്പ് വെച്ചിരുന്ന ആ സ്റ്റോണിന് മേൽ വെച്ചു. അതായത് റോമൻ മുദ്ര വെച്ചാൽ പിന്നെ അത് ഭേദിക്കാൻ ഒരാൾക്കും കഴിയില്ല. നമ്മൾ പോലീസിന്റെ ഒരു മുദ്ര വെക്കുന്ന പോലെ ഒരു ഇന്റർവെൻഷനും അവിടെ സംഭവിക്കരുത്. ഈ സമയം അത് ശബത്ത് ദിവസം തന്നെയാണ്. ലൂക്കോസ് 23:56 നമുക്ക് കാണാൻ കഴിയും, യേശുവിന്റെ ശിഷ്യന്മാരും സ്ത്രീകളും സുഗന്ധവർഗവും പരിമള തൈലവും ഒരുക്കി കൽപ്പന അനുസരിച്ച് ശബത്തിൽ സ്വസ്ഥമായിരുന്നു. പല തിയോളജിക്കൽ ട്രഡീഷൻ അനുസരിച്ച് ലൈക്ക് ദ അപ്പോസ്റ്റൽസ് ക്രീഡ് ഒക്കെ അനുസരിച്ച് ജീസസ് ഡിസെൻഡ് ടു ദ റിലം ഓഫ് ഡെത്ത് ടു പ്രൊക്ലെയിം ലിബർട്ടി. 1 പത്രോസ് 3:19 ഇങ്ങനെ കാണുന്നു, ആത്മാവിൽ അവൻ ചെന്നു. പണ്ട് നോഹയുടെ കാലത്ത് പെട്ടകം ഒരുക്കുന്ന സമയം ദൈവം ദീർഘക്ഷമയോടെ കാത്തിരിക്കുമ്പോൾ അനുസരിക്കാത്തവരായി തടവിലുള്ള ആത്മാക്കളോട് പ്രസംഗിച്ചു. ഈ പറഞ്ഞ തിയോളജിക്ക് ആധാരമായ ഒരു വചനം നമുക്ക് എഫെസ്യ ലേഖനം 4:9 കാണാൻ കഴിയും. കയറി എന്നതിനാൽ അവൻ ഭൂമിയുടെ അധോഭാഗങ്ങളിലേക്ക് ഇറങ്ങി എന്ന് വരുന്നില്ലയോ? ഇറങ്ങിയവൻ സകലത്തെ നിറയ്ക്കേണ്ടതിന് സ്വർഗത്തിനു മീതെ കയറിയവനുമാകുന്നു. ഇവിടെ പറയുന്നു കയറി എന്നതിനാൽ അവൻ ഭൂമിയുടെ അധോഭാഗങ്ങളിലേക്ക് ഇറങ്ങി എന്ന് വരുന്നില്ലയോ? അതെപ്പോഴാണ് സംഭവിച്ചത്? എല്ലാ വേദപണ്ഡിതർ തിയോളജിയൻസ് ഇത് പറയുന്നു, അത് ഈ സമയത്താണ് സംഭവിച്ചതെന്ന്. സോ വി ക്യാൻ അണ്ടർസ്റ്റാൻഡ് ജീസസ് ഡിസെൻഡ് to the realm of death. He proclaimed liberty, he proclaimed victory, he proclaimed triumph over death and darkness. കർത്താവ് നമുക്ക് വെളിപ്പാട് പുസ്തകത്തിൽ കാണാം, യേശു പറയുന്ന ഒരു കാര്യമുണ്ട്, മരണത്തിൻ്റെയും പാതാളത്തിൻ്റെയും താക്കോൽ എൻ്റെ കൈവശമുണ്ട്. മരണത്തിൻ്റെയും പാതാളത്തിൻ്റെയും താക്കോൽ. നമുക്ക് നഷ്ടപ്പെട്ട എല്ലാ അധികാരങ്ങളും യേശു തിരിച്ചു പിടിക്കുന്നത്. ആദാമിന് നഷ്ടപ്പെട്ട അധികാരങ്ങൾ, പവർ, അതോറിറ്റി, പൈശാചിക ലോകത്തിന് മനുഷ്യൻ വിട്ടുകൊടുത്തത് യേശു തിരികെ പിടിക്കുന്നത് ഈ ക്രൂശ് മരണത്തോടെയാണ്. അങ്ങനെ സൺഡേ മോർണിംഗ് നമുക്ക് കാണാൻ കഴിയുന്നത് മത്തായി 28-ാം അധ്യായത്തിലാണ്. ശബത്ത് കഴിഞ്ഞ് ആഴ്ചവട്ടത്തിൻ്റെ 1-ാം ദിവസം, അതായത് ഞായറാഴ്ച വെളുക്കുമ്പോൾ മഗ്ദലക്കാരത്തി മറിയയും മറ്റേ മറിയയും കല്ലറ കാണുവാൻ ചെന്നു. പെട്ടെന്ന് വലിയൊരു ഭൂകമ്പം ഉണ്ടായി. യേശു മരിക്കുമ്പോഴും ഭൂകമ്പവും യേശു ഉയർത്തെഴുന്നേൽക്കുന്ന ആ ഒരു സമയത്തും ഭൂകമ്പം ഉണ്ടാവുന്ന നമുക്ക് കാണാൻ കഴിയും. കർത്താവിൻ്റെ ദൂതൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന കല്ല് ഉരുട്ടി നീക്കി അതിന്മേൽ ഇരുന്നിരുന്നു. അവൻ്റെ രൂപം മിന്നലിന് ഒത്തതും അവൻ്റെ ഉടുപ്പ് ഹിമം പോലെ വെളുത്തതുമായിരുന്നു. അവരിൽ നിന്ന് കാവൽക്കാർ അവനെ കണ്ടു പേടിച്ച് വിറച്ച് മരിച്ചവനെ പോലെയായി. ഈ മഗ്ദലക്കാരത്തി മറിയയും മറ്റേ മറിയയും വന്ന് കാണുന്നത് ഒരു ദൂതൻ യേശുവിൻ്റെ കല്ലറയ്ക്ക് മുൻപേ ഉണ്ടായിരുന്ന ആ കല്ലുകളെ ഉരട്ടി നീക്കി ആ കല്ലിന് മുകളിൽ ആ ദൂതൻ ഇരിക്കുന്നതാണ്. ആ ദൂതൻ അവരോട് പ്രൊക്ലെയിം ചെയ്യുന്ന ഒരു കാര്യമുണ്ട്, അവൻ ഇവിടെയില്ല, താൻ പറഞ്ഞതുപോലെ ഉയർത്തെഴുന്നേറ്റു, അവൻ കിടന്ന സ്ഥലം വന്ന് കാണുവിൻ.
ഹല്ലേലൂയ. വാസ്തവത്തിൽ യേശുവിന് പുറത്തു വരാനല്ല അവരെ കല്ലുരുട്ടി മാറ്റിയത്, ഈ സ്ത്രീകൾക്ക് അകത്ത് ചെല്ലാനാണ്. യേശു ഉയർത്തെഴുന്നേറ്റത് റെസറക്റ്റഡ് ബോഡിയിലാണ്. നമുക്കിന്നുള്ള പോലത്തെ ഈ ശരീരത്തിലല്ല, റെസറക്റ്റഡ് ബോഡിയിലാണ്. പിന്നത്തേതിലും യേശു ശിഷ്യന്മാർ ഇരിക്കുന്ന അടച്ചിട്ടിരിക്കുന്ന റൂമിൻ്റെ ഉള്ളിൽ യേശു കടന്നു വരുന്ന നമുക്ക് കാണാൻ കഴിയും. ഹി വാസ് ഇൻ ദ റെസറക്റ്റഡ് ബോഡി. യേശുവിനെ പരിശുദ്ധാത്മാവാണ് ഉയർത്തെഴുന്നേൽപ്പിച്ചത് എന്ന് നമുക്ക് ലേഖനത്തിൽ കാണാം. യേശുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ച അതേ ആത്മാവ് നമ്മളിൽ ഇരിക്കുന്നു എന്ന് ദൈവത്തിൻ്റെ വചനം പറയുമ്പോൾ, യേശുവിനെ മരിച്ചവനിൽ നിന്ന് ഉയർപ്പിച്ചത് ദൈവത്തിൻ്റെ ആത്മാവായ പരിശുദ്ധാത്മാവ് തന്നെയായിരുന്നു. ഉയർത്തെഴുന്നേറ്റ യേശുവിനെ ആദ്യം കാണുന്നത് മഗ്ദലക്കാരത്തി മറിയയായിരുന്നു. ഹല്ലേലൂയ, സ്തോത്രം. മറിയ യേശു ഉയർത്തെഴുന്നേറ്റു എന്ന വാർത്ത ഈ ഏഞ്ചൽസ് പറയുന്നത് കേട്ട് ശിഷ്യന്മാരോട് പറയുകയും പത്രോസും യോഹന്നാനും അവരിരുന്നയിടത്തുനിന്ന് ഓടി ഇത് കാണാൻ വേണ്ടി വരുന്നതൊക്കെ കാണാൻ കഴിയും. പത്രോസ് കല്ലറയ്ക്കുള്ളിൽ കിടന്ന യേശുവിനെ പൊതിഞ്ഞു വെച്ചിരുന്ന ആ ലിനൻ ക്ലോത്ത് അല്ലെങ്കിൽ മടക്കി ഒരു ഭാഗത്ത് വെച്ചിരിക്കുന്നത് കാണാനിടയായി. ആ ഞായറാഴ്ച ദിവസം തന്നെ മറ്റുള്ളവർക്കും പ്രത്യക്ഷമാവുന്ന കാണാം. എമാവോസിലേക്ക് പോകുന്ന കർത്താവിൻ്റെ 2 ശിഷ്യന്മാർക്ക് പ്രത്യക്ഷമാവുന്ന കാണാം. പത്രോസിന് പ്രത്യക്ഷമാവുന്നത് കാണാം. പിന്നത്തേതിൽ 10 ശിഷ്യന്മാർക്ക് യേശു അതേ ദിവസം തന്നെ ആ ഈവനിങ് തന്നെ വെളിപ്പെടുന്നത് നമുക്ക് കാണാൻ കഴിയും. ഈ വചനം നിങ്ങൾക്കൊരു അനുഗ്രഹമായി തീർന്നെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഉയർത്തെഴുന്നേറ്റ യേശുവിൽ വിശ്വസിക്കുക. ദൈവത്തിൻ്റെ വചനം പറയുന്നു, അവൻ ഉയർത്തെഴുന്നേറ്റ് ഹല്ലേലൂയ, സ്തോത്രം, സ്വർഗീയ സ്ഥലങ്ങളിൽ ഇന്ന് ഇരുത്തപ്പെട്ടിരിക്കുക. നമ്മളും അവനോടുകൂടെ ഹല്ലേലൂയ, സ്തോത്രം, സ്വർഗീയ സ്ഥലങ്ങളിൽ ഇരുത്തിയിരിക്കുക. അല്ലെങ്കിൽ ആ കർത്താവായ യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റ് അല്ലെങ്കിൽ സ്വർഗാരോഹണം ചെയ്യുന്നതിന് മുമ്പേ മറ്റൊരു വാക്ക് കൂടി പറഞ്ഞു, ഞാൻ പോയതുപോലെ തന്നെ വീണ്ടും വരും. കർത്താവ് യേശു ക്രിസ്തു തന്നിൽ വിശ്വസിക്കുന്നവർക്ക് വേണ്ടി, തന്നിൽ വിശ്വസിക്കുന്ന വിശുദ്ധ ജീവിതം നയിക്കുന്ന കർത്താവിൻ്റെ പിൻപറ്റുന്നവർക്ക് വേണ്ടി വീണ്ടും വരാൻ പോകുന്നു. അതിനുവേണ്ടി നമുക്ക് ഒരുങ്ങാം. ദൈവം ഈ വചനത്താൽ നിങ്ങൾ അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുക. നിങ്ങളുടെ പ്രാർത്ഥന വളരെ വിലയേറിയതാണ്. നമ്മുടെ പല മിനിസ്ട്രിയുമായിട്ട് പങ്കാളിയാവാൻ ശ്രമിക്കുക. ഞങ്ങൾക്ക് വേണ്ടി എല്ലാ ഏറിയായിട്ട് പ്രാർത്ഥന വീണ്ടും ചോദിക്കുകയാണ്. വീണ്ടും അടുത്ത വചനവുമായി നിങ്ങളുടെ മുമ്പാകെ കടന്നു വരുന്നവരെ ദൈവം ധാരാളമായി യേശു ക്രിസ്തുവിൻ്റെ രക്തത്താൽ തന്നെ നിങ്ങളെ മറച്ചുകൊള്ളട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആമേൻ.